ഇതിൻ്റെ കാസ്റ്റിംഗ് ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം പരിചയമില്ലാത്ത കുറേ ആളുകൾ സിനിമയിൽ വേണം. അതായത് എൻ്റെ സ്ഥിരം സിനിമയിലുണ്ടായിരുന്ന പോലത്തെ ആളുകളല്ല ക്യാരക്ടേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിദ്ദിഖും ലാലു അലസും ഒന്ന് കാസ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. അവർ ചെയ്താൽ മാത്രം ശരിയാവുന്ന ക്യാരക്ടേഴ്സാണ്. മാളവിക നമ്മുടെ സിനിമയിലത്തെ ഒരു സർപ്രൈസ് ഫാക്ടർ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു മാളവിക പിക്ക് ചെയ്യാനുള്ള മെയിൻ റീസൺ അതൊരു സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമ എന്നുള്ള ഫാക്ടർ തന്നെയാണ്. എനിക്ക് ഫസ്റ്റ് എന്നെ വിളിച്ചത് അഖിൽ സത്യനാണ്. അപ്പോൾ അഖിൽ പറഞ്ഞത് അച്ഛനൊരു പടം എടുക്കുന്നുണ്ട്, സത്യൻ സർ ഒരു പടം എടുക്കുന്നുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. And then I found out that it's a Satyanandikad Mohanlal film. So that was an absolute dream in a way for me. സിനിമ റിലീസായിട്ട് പലരും എടുത്ത് പറഞ്ഞ കാസ്റ്റിംഗ് സംഗീത ശേഷിയിലായിരുന്നു. കാരണം നമുക്ക് തോന്നും മാളവിക മോഹൻ്റെ അമ്മയാവാനുള്ള പ്രായമായോ എന്നൊക്കെ നമുക്ക് തോന്നും. ഈ രണ്ടുപേരുടെ കാസ്റ്റിങ്ങിൽ ഒരു വലിയ മാജിക് ഉണ്ട് പുള്ളിൽ. സംഗീതം തന്നെ നിർത്തുമ്പോൾ സംഗീതയ്ക്ക് വേണമെങ്കിൽ മോഹൻലാലെ പ്രേമിക്കാലോ എന്ന് തോന്നും. മാളവിക മോഹനെ നിർത്തുമ്പോൾ ഇയാൾക്ക് വേണമെങ്കിൽ അവളോട് മോഹൻ തോന്നാമല്ലോ, വെൺമതി എന്ന വഴി വേണമെങ്കിൽ പാടാലോ എന്നൊക്കെ തോന്നും. എൻ്റെ എൻഗേജ്മെൻ്റ് ആണ് നെക്സ്റ്റ് വീക്ക്. ആ ചടങ്ങിൽ സന്ദീപിലാണ്. ഹൃദയപൂർവ്വം എൻ്റെ ഒരു 27 ഇയേഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഐ ടോട്ടലി എൻജോയ്ഡ് ദ പ്രോസസ്. മോഹൻലാൽ സാറുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇറ്റ് വാസ് വെരി പ്ലസൻറ്റ് ആൻഡ് പ്ലഷർ. Working with Mohanlal sir. Where do I start? He's an extremely supportive co-actor. Nammal comfortable aaki, he'll break it down for us, he'll ease us into the process, he'll help you if you're stuck somewhere, and he's always calm, peaceful, and he's got a banging sense of humor. എപ്പോഴും ഒരു എനർജറ്റിക് ആണ്. അപ്പം നമുക്ക് ആ വൈബ് പാസ്സാവുന്നുണ്ട്. കാരണം അത് ലാലിനെ വെച്ച് ചെയ്യുമ്പോൾ അതൊരു ജോലിനൊക്കെ കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള, ഞങ്ങളൊക്കെ ഒരുമിച്ച് വളർന്ന ആളുകളാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു സന്തോഷം അനുഭവിക്കാം എന്ന് കൂടിയിട്ടാണ്. ത്രൂ ഔട്ട് ലാലേട്ടൻ്റെയും എൻ്റെയും റാപ്പോ വർക്കാവണം. സത്യൻ സാർ അതും പറയില്ല, നിങ്ങളുടെ കോമ്പിനേഷനാണ് വർക്കാവേണ്ടത്. സിനിമയിലൊരു മെയിൻ ലാൽ സാർ കഴിഞ്ഞാലൊരു പ്രധാന ഫാക്ടർ സംഗീതമാണ്. സംഗീതിൻ്റെ വോയിസിൽ ഇപ്പോൾ 2 ചായ എന്ന് പറഞ്ഞാലും കോമഡിയാണ്. ഞങ്ങളൊരു സാധനം പ്ലാൻ ചെയ്ത് ഫൈനലി അത് എടുത്തില്ല. അപ്പോൾ സംഗീതം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, നമുക്ക് തുണി വരാം. ആ ഷോട്ട് അഭിനയിക്കുമ്പോൾ തന്നെ അവൻ ഷർട്ട് ഊരിയും ഈവൻ പാൻസൊക്കെ അയച്ച് ബോക്സറൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇത്രയും സിനിമ ചെയ്തിട്ടും പുതുമയ്ക്ക് വേണ്ടി ഉള്ള ഒരു കാത്തിരിപ്പും ഒരു കൊതിയും അച്ഛൻ്റെ ഭയങ്കരമാണ്. കുറേ ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഇതിനകത്ത് ഒളിച്ചോടി രജനി അല്ലെങ്കിൽ ഓക്കെ പണിക്കർ, ഇതൊക്കെ അച്ഛൻ ഉണ്ടാക്കിയ ക്യാരക്ടേഴ്സാണ്. ബാക്കിയുള്ള ആ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ആ ബിപിൻ ബാബു എന്ന് പറയുന്ന ക്ലൗഡ് കിച്ചൻ്റെ പയ്യൻ, അപ്പോൾ അതൊക്കെ സെലക്ട് ചെയ്തതിൻ്റെ എല്ലാ ക്രെഡിറ്റും ശരിക്കും പറഞ്ഞാൽ അനൂപിനാണ്. ഈ ടിസിൻ്റെയും അതുപോലെ അമൽ താഹ, അരുൺ പ്രദീപ്, ദേവരാജൻ, ഇവരുടെയൊക്കെ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുള്ള ചില ഷോർട്സ് എന്നെ കാണിച്ചു. അപ്പോൾ എനിക്ക് തോന്നി പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ ടിസ് തോമസിൻ്റെ ഒരു പ്രത്യേക ലുക്കും ഒരു മടിയില്ലാത്ത അവൻ്റെ പ്രസൻറ്റേഷൻ. ഹലോ സന്ദീപ്. സിനിമയുടെ കാസ്റ്റിങ്ങിൽ നമുക്ക് ഇതിൽ ശരിക്കും പറഞ്ഞാൽ സീനിയേഴ്സിൻ്റെ ഒരു ലൈനപ്പ് ഉണ്ട്. സിദ്ദിഖൊക്കെ ഉണ്ട്, ജനാർദ്ദൻ അങ്കിൾ ഉണ്ട്, ലാലു ചേട്ടനുണ്ട്. ഇവരൊക്കെ അവരുടെ ഏറ്റവും ബെസ്റ്റ് സോണിലാണ്. ഈ ഹൃദയപൂർവ്വത്തിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാ ജനറേഷനും കൂടി ഒരു ഒത്തുചേരലാണ്. Correct.